ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് നിള നമ്പ്യാറിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. യൂട്യൂബിലൊക്കെ ഫേമസ് ആണ് പുള്ളിക്കാരി. മലപ്പുറത്ത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർന്നൊരു യുവതിയാണ്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് ജീൻസും ടോപ്പൊക്കെ ഇട്ടതിൻ്റെ പേരിൽ പള്ളിയിൽ നിന്ന് പുറത്തായി, പിന്നെ അങ്ങനെ മഹല്ലത്തു നിന്നൊക്കെ പുറത്താക്കി അങ്ങനെയെന്നൊക്കെ പറയുന്നത്. പക്ഷേ ജീൻസും ടോപ്പും ഇട്ടതിൻ്റെ പേരിൽ മഹല്ലത്തു നിന്ന് പുറത്താക്കി എന്നുള്ളത് ഞാനിതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിലും എല്ലാവരും ജീൻസും ടോപ്പൊക്കെ ഇടാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ മഹല്ലത്തു നിന്ന് പുറത്താക്കി എന്നുള്ളൊരിതൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഈ പുള്ളിക്കാരി എന്തെങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. നിള നമ്പ്യാർ എന്നാണ് ഇപ്പോൾ പേര് അറിയപ്പെടുന്നത്. മുസ്ലിം യുവതിയായിരുന്നു. ഇപ്പോൾ ഒരു ഹിന്ദു യുവാവിനെ കല്യാണം കഴിച്ചു, 2 മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. സുഖമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നത് നല്ല ആരോഗ്യവാനായിട്ടുള്ളൊരു ഭർത്താവ്, അതുപോലെ തന്നെ 2 മക്കൾ. ആ ആരോഗ്യവാനായിട്ടുള്ള ഭർത്താവ് ഉണ്ടായിട്ടും ഇവൾ ജീവിക്കുന്നത് എന്താ പറയുക, വല്ലാത്ത രീതിയിലുള്ളൊരു അഭിനയവും കാര്യങ്ങളൊക്കെയാണ്. സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എന്നാണ് പറയുന്നത്. പുള്ളിക്കാർ ഭയങ്കര ബോറായിട്ടുള്ള അഭിനയം തന്നെയാണ്. പല രീതിയിലും പല പോസിലുമൊക്കെയാണ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. പറയാൻ തന്നെ എന്താ പറയുക, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ തന്നെ അറപ്പും വെറുപ്പും തോന്നുന്നൊരു രീതിയിലുള്ളൊരു അഭിനയമാണ് അവൾ യൂട്യൂബിലൊക്കെ അവതരിപ്പിക്കുന്നത്. അത്രയും മോശം പ്രവൃത്തികളാണ്. വയറ് കാണിച്ചിട്ടും അതുപോലെ പലയിടങ്ങൾ. ആൾക്ക് കുഴപ്പമില്ല. ഇല്ല, ബോയാണോ ഗേളാണോ? ബോയാണ്. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കൊടുക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന അവർ ചോദിക്കുന്നുണ്ട്, മക്കൾ ഇങ്ങനെയൊക്കെ കാണുന്നത് കൊണ്ട് പ്രശ്നമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, പുറത്ത് നടക്കുമ്പോഴും അതുപോലെ മക്കളുടെ അടുത്ത് സ്കൂളിൽ പോകുമ്പോഴൊക്കെ നിൻ്റെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കില്ലേ, അപ്പോൾ അത് നിങ്ങൾക്ക് വിഷമം തോന്നിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് എന്താണ്, ഞാൻ മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ മകൻ പറഞ്ഞത് ഇങ്ങനെയാണെന്ന്. അപ്പോൾ കേട്ടല്ലോ, നിങ്ങളത് കേട്ടല്ലോ. അപ്പോൾ മകനക്കും പ്രശ്നമില്ല, മോൻ 14 വയസ്സുള്ളൊരു ആൺകുട്ടിയാണ്, അപ്പോൾ അവനക്കും പ്രശ്നമില്ല എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. പിന്നെ വിഷമം തോന്നിക്കുന്ന ഒരു കാര്യം പറഞ്ഞ് കുടുംബത്തിൽ നിന്നും മഹല്ലത്തു നിന്നും എല്ലാം പുറത്താക്കി. കുടുംബത്തിൽ ഉമ്മാനും അപ്പാനും കാണാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അനിയത്തിയെ കാണാത്തതിന് ഭയങ്കര വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അതൊരു വിഷമം തന്നെയാണ് അല്ലേ, അത് എന്തായാലും നല്ലൊരു വിഷമം തന്നെയാണ്. അനിയത്തിയെ കാണാൻ പറ്റുന്നില്ല, അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. അപ്പം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് നടക്കുന്നതെങ്കിലും മക്കളോട് എന്തായാലും ഈ സമൂഹം ചോദിക്കും. അപ്പോൾ അതിപ്പോൾ ഒരു 14 വയസ്സായ ഒരു മോനാണ്, അവനക്കിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ടില്ല. അപ്പോൾ നിൻ്റെ ഉമ്മ അങ്ങനെയല്ലേ, നിൻ്റെ അമ്മ അങ്ങനെയല്ലേ എന്ന് പല ചോദ്യങ്ങളും കൂടുതലായിട്ട് വരുമ്പോഴായിരിക്കും ഈ നിള നമ്പ്യാർ എന്ന് പറയുന്ന അവൾക്ക് സമാധാനം പോകുന്നത്. അവൾ തന്നെ പറയുന്നുണ്ട്, അവൾ സ്കൂളിൽ പോവാറില്ല, ഭർത്താവാണ് കൂടുതലായിട്ടും സ്കൂളിൽ പോവാറുള്ളത്. അഥവാ മക്കളുടെ കൂടെയും ഭർത്താവിൻ്റെ കൂടെയും പോകണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി മാസ്ക് വെച്ചിട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ലൈഫിൽ എന്ത് സന്തോഷമാണല്ലേ കിട്ടുന്നത്. ശരിയാണ്, മുസ്ലിം സ്ത്രീകൾ മുഖം മൂടി നടക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും തുറന്ന് നടന്നിട്ട് പിന്നെ നമ്മൾ മക്കളുടെ കൂടെയും അതുപോലെ ഭർത്താവിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ മുഖം മൂടി നടക്കേണ്ട ഒരു അവസ്ഥ. ഈ അമ്മയുടെ മക്കളാണ് അല്ലെങ്കിൽ അതാണ് ഭർത്താവാണെന്ന് കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതാണ് ഇപ്പോൾ നിള നമ്പ്യാർ എന്ന് പറയുന്ന ആ സ്ത്രീക്കുള്ളത്. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ അഭിനയിക്കാൻ വേണ്ടി അവൾ തുണി ഉരിഞ്ഞ് അഭിനയിക്കുന്നു, പക്ഷേ ജീവിതത്തിൽ അവൾക്ക് മുഖം പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് നിള നമ്പ്യാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹത്തോടു കൂടിയാണ് പുള്ളിക്കാരി വന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നില്ല, സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ഒരു വേഷവിധാനം തന്നെയാണ് നിള നമ്പ്യാറിൻ്റെ. നിള നമ്പ്യാർ സപ്പോർട്ട് ചെയ്യുന്നവരും കുറേ പേരുണ്ട് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. 50-60 വയസ്സിന് മുകളിലുള്ളവരാണത്രേ നിള നമ്പ്യാരെ കുറ്റം പറയുന്നതും തെറി വിളിക്കുന്നതൊക്കെ എന്നാണ് പറയുന്നത്. അല്ലാത്തവരൊക്കെ സപ്പോർട്ടീവാണ്, ഭയങ്കര സപ്പോർട്ടീവാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും മക്കൾ നാളെ മേലാൽ ആ അവതാരക തന്നെ ചോദിക്കുന്നുണ്ട്, മക്കൾ ചോദിക്കില്ലേ, നാളെ മേലാൽ ചോദിക്കില്ലേ അമ്മ എന്തിനാണ് ഇങ്ങനെ അഭിനയിച്ചത്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അഭിനയിച്ചു. അപ്പോൾ അവതാരക ചോദിക്കുന്നുണ്ട്, വേറെ പല രീതിയിലും മക്കളെ നോക്കാനുള്ള സംവിധാനം ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും അവൾക്ക് ഉത്തരവില്ല. അവൾക്ക് ഇതിന്ന്
നല്ല ഇഷ്ടം പോലെ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയായിരിക്കും പുള്ളിക്കാരി നല്ലതായിട്ട് കരുതി നല്ല മാർഗമായിട്ട് കരുതി മുന്നോട്ട് പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും നല്ല ആരോഗ്യവാനായിട്ടുള്ളൊരു ഭർത്താവ്, 2 മക്കൾ, ഇവരെ നോക്കാൻ തുണി ഉരിയേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഭയങ്കര ദുരവസ്ഥ തന്നെയാണ്. ശരി, എത്രയോ കിടപ്പിലായ സ്ത്രീകൾ വേശ്യയാവാറുണ്ട്. അവരൊരു കിടപ്പിലായ ഭർത്താവിന് വേണ്ടിയിട്ട്, കിടപ്പിലായ സ്ത്രീകളല്ല, കിടപ്പിലായ ഭർത്താവിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യ വേശ്യയാവേണ്ട അവസ്ഥ വരുന്നുണ്ട്. അത് അവരിനൊരു സിറ്റുവേഷൻ ആണെന്ന് പറയും. ഇത് നല്ല ആരോഗ്യം ഉണ്ടായിട്ടും ആർക്കും ഒരു കുഴപ്പമില്ല, ജോലി ചെയ്യാനുള്ള നല്ല ആരോഗ്യമുണ്ട്. എന്നിട്ടാണ് ഈ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പുള്ളിക്കാരി അഭിനയിച്ച് കാശുണ്ടാക്കുന്നത്. എന്തോ ഇതിനോട് എനിക്ക് വലിയ നല്ല അഭിപ്രായമായിട്ടൊന്നും തോന്നില്ല. പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്തോ എനിക്കിതിനോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കിതിനോട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും ഇതായിട്ടുള്ള വീഡിയോസാണ് പുള്ളിക്കാരിയുടെ. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നമുക്ക് എന്താ പറയുക, അറപ്പുളവാക്കുന്ന ഓരോ സീനുകളാണ് അവളുടെ. ചിലതൊക്കെ ഞാൻ നോക്കിയ സമയത്ത് ചിലതൊക്കെ ഇത് ചെയ്തിട്ട് റിമൂവ് ചെയ്തിരിക്കുന്നു. കുറേ പേര് അവരുടെ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്തതായിട്ട് കണ്ടു. അതിലൊക്കെ അവർ ഇട്ടിരിക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ ഭയങ്കര ലജ്ജ തോന്നും. അത്രയും മോശമായിട്ടുള്ള ഒരു രീതിക്കാണ് പുള്ളിക്കാരി അഭിനയിച്ചിരിക്കുന്നത്. എന്തോ ഈയൊരു ഇതിനോട് എനിക്ക് എന്തായാലും യോജിപ്പില്ല. അങ്ങനെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അഭിനയം കാഴ്ചവെക്കുന്നതിനോട് എന്തോ ഇവള് പറയുന്നുണ്ട്, നീള നമ്പ്യാർ പറയുന്നുണ്ട്, പെട്ടെന്ന് പേര് മറന്നു കേട്ടോ, നീള നമ്പ്യാർ പറയുന്നുണ്ട്, ആ ഒരു തെറ്റിനേക്കാൾ നല്ലത് ശരീരം പ്രദർശിപ്പിക്കുന്നതല്ലേ, ശരീരം പ്രദർശിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അത് വഴങ്ങി കൊടുക്കുന്നത് ആരും അറിയില്ല, ശരിയാണ്. എങ്കിൽ കൂടി അതിനേക്കാളും എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത് ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ചിട്ട് ചെയ്യുന്നതിനോടാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത് എന്നാണ് നീള നമ്പ്യാർ പറഞ്ഞത്. ഇപ്പോൾ വഴങ്ങി കൊടുക്കുന്നതാണെങ്കിലും അല്ലാതെ ഇങ്ങനെയുള്ള പ്രവൃത്തിയാണെങ്കിലും രണ്ടും തെറ്റ് തന്നെയാണ്. രണ്ടും തെറ്റല്ലാതെ ആവില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. നമ്മളിങ്ങനെ നേരം പോലെ നമുക്ക് യൂട്യൂബിൽ നല്ല രീതിയിൽ ചെയ്താലും നമ്മൾക്ക് വരുമാനം കിട്ടും. എന്തെല്ലാം രീതിയിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഭർത്താവ് അസുഖങ്ങളായിട്ട് പോലും ആ ഭർത്താവിനെ പൊന്നുപോലെ നോക്കുന്ന പെണ്ണുങ്ങളുണ്ട്. നല്ല പോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ച് പൊന്നുപോലെ നോക്കുന്ന ഭാര്യമാരുണ്ട്. അപ്പോൾ അതുപോലെ ജീവിച്ചൂടെ എന്നൊക്കെ അവതാരക ചോദിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി പറയുന്നത് അതിനോടൊന്നും എനിക്ക് ഇതില്ല. എനിക്ക് എൻ്റെ ഭർത്താവും എനിക്ക് സപ്പോർട്ടാണ്, അതുപോലെ തന്നെ എൻ്റെ മക്കളും സപ്പോർട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തന്നെ അഭിനയിക്കാനും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനുമാണ് താല്പര്യം എന്നാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈയൊരു മുസ്ലിം സ്ത്രീ ആണെങ്കിലും ശരി, ഏത് മതസ്ഥയാണെങ്കിലും ശരി, എനിക്കിതിനോട് യോജിക്കാൻ കഴിയുന്നില്ല കേട്ടോ. എനിക്കിതൊരു വല്ലാത്തൊരു ഇതായിട്ട് തന്നെ തോന്നുന്നത്. ഇങ്ങനെയൊരു ഈ ശരീരം പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ എനിക്കെന്തോ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് തെറ്റ് തന്നെയാണ്, തെറ്റല്ലാതാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. നീള നമ്പ്യാർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. ശരിയാണ്, പുള്ളിക്കാരൻ്റെ ഇത് വെച്ച് ചെയ്യുന്നു, അതിൽ നമുക്ക് പറയാനൊന്നും ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്സ് വരുമായിരിക്കും. എങ്കിൽ കൂടെ എൻ്റെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു നോട്ടത്തിൽ എനിക്കിത് നല്ലതായിട്ട് തോന്നുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഇത് തെറ്റ് തന്നെയാണ്. ഇങ്ങനെ എല്ലാവരുടെയും കാണിച്ച് ഇതായിട്ട് എന്താ പറയുക, ഇപ്പം നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്ന യൂട്യൂബറെ പോലും തെറി വിളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള കുറച്ച് പേര് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നോക്കുന്നിടത്തോളം മുസ്ലിം സ്ത്രീകളാണ് ഇങ്ങനെയുള്ള കുറേ ഇത് ചെയ്യുന്നത്. ഇങ്ങനെ അപ്പോൾ ഈ ഒരു നീള നമ്പ്യാർ എന്നല്ല, ഈ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ എന്താ പറയുക, വേശ്യപ്രവൃത്തികൾക്ക് അപ്പുറമായിട്ടുള്ള ശരീരം പ്രദർശിപ്പിച്ചിട്ടുള്ള ആ ഒരു വീഡിയോസുകൾ ചെയ്യുന്നത് ഒരുപാട് ഞാൻ കണ്ടു. എനിക്കതിനോട് ഭയങ്കര വെറുപ്പ് തോന്നിയിട്ടാണ്. അപ്പോൾ ഇത്രയും ശരീര പ്രദർശനം ഹിന്ദുക്കളോ അതുപോലെ ക്രിസ്ത്യാനികളോ ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. അത്രയും അതപ്പതിച്ച് പോയിരിക്കുകയാണ് മുസ്ലിം വിഭാഗം എന്നാണ് ഞാനൊരു മുസ്ലിമാണ്. പക്ഷേ ഈ മുസ്ലിം സ്ത്രീകൾ തന്നെ ഇങ്ങനെ എല്ലാവരുടെയും മറച്ച് നടക്കേണ്ട മുസ്ലിം സ്ത്രീകൾ തന്നെ ഇങ്ങനെ അഭിനയിക്കുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഇതായിട്ട് തന്നെ തോന്നുന്നത്. ശരിയാണ്, തലയിൽ തുണിയിടില്ല, അതൊക്കെ നമുക്കൊരു ഇതായിട്ട് വെക്കാം. ഇത് ശരീരം മൊത്തം പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു കാണിക്കലാണ് ഇവർ കാണിക്കുന്നത്. ഇവളെന്നല്ല, നീള നമ്പ്യാർ എന്നല്ല, പറയുകയാണെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പണത്തിന് വേണ്ടി മാത്രം ശരീരം പ്രദർശിപ്പിച്ചിട്ട് മാത്രം സമ്പാദിക്കുന്നവർ. അപ്പോൾ അതെന്തോ എനിക്ക് ഈ നീള നമ്പ്യാറിൻ്റെയൊക്കെ കമൻസുകൾ എടുത്ത് നോക്കണം, ഭയങ്കര നെഗറ്റീവ് കമൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് കമൻസ് ഒന്നും പുള്ളിക്കാരിക്ക് പ്രശ്നമില്ല, അതിന് പ്രതികരിക്കാതിരുന്നാൽ പോരെ, എനിക്ക് അതൊന്നും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവള് എന്താ പറയുക, ഈ ഒരു നീള നമ്പ്യാർ എന്നുള്ള ഈ യുവതി സ്ത്രീകളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന ഒരു രീതിയിലാണ്. എന്തെല്ലാം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ പുള്ളിക്കാരിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ച്
കാശുണ്ടാക്കുന്നതിനോട് എന്തോ എനിക്ക് നല്ലൊരു അഭിപ്രായമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഇതെന്തായാലും തെറ്റ് തന്നെയാണ്. ഇത് ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കിത് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇവള് മാത്രമല്ല കേട്ടോ, ഞാൻ കുറേ പേര് ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ കുറിച്ചാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ നിള നമ്പ്യാരുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ, ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബായ്.